വീക്കിന് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. എത്രത്തോളം എടുക്കുമെന്ന് അറിയില്ല. രാവിലെ 6 മണിക്ക് എണിച്ചുകൊണ്ട് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരേണ്ടത് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ബ്രഷിലാക്കി നിസ്കരിച്ച് കിച്ചണിൽ പോയിട്ട് ജസ്റ്റ് തന്നെ ജനലെല്ലാം ഒന്ന് ഓപ്പൺ ആക്കിയിട്ടിട്ട് ആൻഡ് ചായ റെഡി ആക്കാമെന്ന് വിചാരിച്ചു. ഗൈസ്, അപ്പോൾ നമുക്ക് ചായ വെച്ചിട്ട് തരാം. ഗുഡ് മോർണിംഗ്. എന്താ രാവിലെ എന്താ ആർക്ക് മദ്രസ ഒന്നും ഇല്ലല്ലോ? ചായ അടിച്ചാ? ചായ അടിക്കാം. എന്താക്കുന്ന 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 മുക്കില്? സോ ഗൈസ്, അങ്ങനെ രാവിലെ എല്ലാവരും എണിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ക്ലിപ്സാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. സോ ഗൈസ്, ഇപ്പം ഞാൻ ഇവിടെ എന്താക്കുന്നുണ്ടെന്ന് വെച്ചെങ്കിൽ ഓൾറെഡി ഫുഡ് രാവിലത്തെ റെഡി ആയിന്. ഉമ്മ പുളിച്ചോസിയും ചട്നി ആക്കിനി. അത് ഡെയിലി തിന്നുന്ന ഒരു ടേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ വേറൊരു സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ഉമ്മാനോട് കുറച്ച് പുട്ടുവാക്കി വെക്കാൻ വെച്ചിട്ടുണ്ട് മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ ഇതിന് ഒരു 5 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ലൈക്ക് ഒനിയൻ, ടൊമാറ്റോ, മല്ലിയില, ഗാർലിക്, അങ്ങനത്തെ കുറച്ച് സാധനം, പിന്നെ പൗഡേഴ്സ് ലൈക്ക് സാൾട്ട്, ചില്ലി പൗഡർ, അങ്ങനെ കുറച്ച് സാധനം, കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട്. ആൻഡ് സോ ഗൈസ്, എൻ്റെ കുക്കിംഗ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ഇതെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ആക്കി വെക്കുക. എന്നിട്ട് കമൻറ്റ് പറയുക ഇത് എങ്ങനെ ഉണ്ടെന്ന്. സോ നമുക്ക് ഈ ചട്നിക്ക് ഒനിയൻ ചട്നി എന്ന പേര് കൊടുക്കാം. സോ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഗൈസ്, ഫസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ചട്ടി എടുക്കാം. ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത്. ആൻഡ് അതിലേക്ക് ഓയിൽ വെച്ചതിന് ശേഷം ഞാൻ 2 ഉള്ളിയും 3 പീസ് ഗാർലിക് കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഉള്ളി ബ്രൗൺ കളറായതിനു ശേഷം മാത്രം തക്കാളി മല്ലിയിലയും ഇടാൻ കഴിയൂ. അങ്ങനെ ചെയ്തിട്ട് ഫ്ലെയിം കൂട്ടിയിട്ട് ഉള്ളി കരിക്കാനൊന്നും കഴിയില്ല. മീഡിയം ഫ്ലെയിമിൽ സമാധാനത്തിൽ ഉണ്ടാക്കണം. ആൻഡ് അതിനുശേഷം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങളിൽ ആ ടൈപ്പ് മോളുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ആൻഡ് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് എടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് കുറേ നേരമൊന്നും ഇതാക്കട്ടെ. കുറച്ച് ടൈമായിട്ട് തണ്ണിട്ടാകുമ്പോൾ നമുക്ക് ജ്യൂസ് മെഷീനിലിട്ടിട്ട് നല്ല പാങ്ങിൽ മിക്സ് ആക്കാം. മീൻസ് വെള്ളം പോലെ ആണ്ട, ജസ്റ്റ് ഈ ടൈപ്പ് ആക്കിയിട്ട് എടുക്കുക. ആൻഡ് അതിൽ നിന്ന് നമുക്കെല്ലാം ആ സെയിം ചട്ടിയിലൊക്കെ തന്നെ ഇട്ടിട്ട് കൊടുക്കുക. സോ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കുക. അതിൻ്റെ സൈഡെല്ലാം ഉണ്ടാവും. കുറച്ച് നിങ്ങൾക്ക് എത്ര വെള്ളം വേണ്ടേ, അങ്ങനെ ഓവർ വെള്ളം ആക്കാൻ കഴിയില്ല, ജസ്റ്റ് ഇത്ര വേണം. പിന്നെ നിങ്ങൾ കുറച്ച് സ്പൈസി അങ്ങനെയെല്ലാം തിന്നുന്നതെങ്കിൽ മുളക് പൊടിയും പുതിന പൊടിയും ഇട്ട് കൊടുക്കുക. ഞാൻ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നല്ല ഉണ്ടായിന്. എൻ്റെ അമ്മ ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് കടുകും കറിച്ചപ്പലും ഇട്ടിട്ട് ജസ്റ്റ് മിക്സ് ആക്കുക. കലം പോരുന്ന അങ്ങനെയല്ല, നിങ്ങളവിടെ എന്താ പറയുന്നത് നമുക്കറിയില്ല, നമ്മളവിടെ ഇങ്ങനെയാണെന്ന് പറയില്ലേ. ആൻഡ് നമ്മളെ ചട്നി റെഡി ആയിട്ടുണ്ട്. ആൻഡ് ഇത് നമുക്ക് ഇവിടെ സൈഡ് മൂടിയാക്കാം. സോ ഗൈസ്, നെക്സ്റ്റ് നമ്മൾക്ക് മസാല ദോശ റെഡി ആക്കാം. ജസ്റ്റ് നിങ്ങൾ അത് കണ്ടിട്ട് നോക്കി. എന്ത്
മസാല ദോശയും ആൻഡ് സ്പെഷ്യൽ ചട്നിയും വിത്ത് അപ്പൊ ഇന്ന് രാവിലത്തെ സ്പെഷ്യൽ ഫുഡാണ് മസാല ദോശയും ചുവന്ന ചട്നിയും വൈറ്റ് ചട്നിയും. അപ്പൊ നമുക്ക് ഇതൊക്കെ നോക്കാം. എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്തോ. എമിനക്ക് വേണോ? ഉമ്മ ഇതേ മീന് തിന്നുന്നില്ല. ടാബ് മേങ്ങ് ടേസ്റ്റ് ഉണ്ടാ? നീളത്തില ചുട്ട് പൊള്ളിട്ടോ നടുവിലോട്ടിട്ട് അപ്പൊ അടുത്ത് Gamio? Gamio? Okay. Gar. Gar. സോ ഗൈസ് രാവിലത്തെ ഫുഡ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മൂത്തമ്മ വന്നിട്ടുണ്ടായിന് ഒരു 11 മണിയാകുമ്പോൾ. അപ്പോൾ ലെമൺ ജ്യൂസാക്കി അങ്ങനെ എല്ലാവരും കുടിച്ച് മൂത്തമ്മ പുരേന്ന് വരുമ്പോൾ നമുക്ക് നല്ല മഞ്ഞച്ചപ്പിലപ്പും കൊണ്ടുവന്നിട്ടുണ്ടായിന്. അങ്ങനെ അതെല്ലാവരും ഷെയർ ആക്കിയിട്ട് തിന്ന്. സോ ഗൈസ് അങ്ങനെ ഒരു ലഞ്ച് ടൈം ആവാനാകുമ്പോൾ ലഞ്ചിനുണ്ട് ഫുഡ് മൂത്തമ്മ റെഡിയാക്കാന്ന് പറഞ്ഞ്. സോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇസാൻ്റെ ഫേസ് കണ്ട അവൾക്ക് ഉള്ളി മുറിക്കാൻ കൊടുത്തിട്ടുണ്ടായിന്. ആൻഡ് ചിക്കൻ ഫ്രൈ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട്. സോ ഗൈസ് എല്ലാവരും കുളിച്ചിട്ട് ബേച്ച് അങ്ങനെ പുറത്തിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ മൂത്തമ്മ ചോക്ലേറ്റ് ഇട്ട് തന്നിട്ടുണ്ടായിന്. അത് നമ്മൾ എല്ലാവരും പീസാക്കിയിട്ട് ഷെയർ ആക്കിയിട്ട് തിന്ന്. അപ്പം ഇൻഷുനോട്ടൊന്നുമില്ലേ? മുട്ട കുഞ്ഞിനെ ഈ വ്ലോഗ് അജ്ജു കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക.
സോ ഗൈസ് അങ്ങനെ ഒരു ഈവനിങ് ആയിട്ടുണ്ട്. സ്കൂട്ടിയെല്ലാം കൈ അങ്ങനെ പായസമെല്ലാം ആക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കുടിച്ച്. സോ ഗൈസ് അങ്ങനെ ഞങ്ങൾ പൊരുന്നകത്ത് ഡ്രാഗൺ ഫ്രൂട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ. മുറിക്കാം. ഗൈസ് അപ്പോൾ 2 പാർസൽ വന്നിട്ടുണ്ട്. ഉമ്മ പറഞ്ഞില്ല. സോ നമുക്ക് ഇത് അൺബോക്സ് ആക്കി ഇതിലെന്ത് നോക്കാം. ആൻഡ് ഫസ്റ്റ് തന്നെ നൈഫാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്നത്. ഞാൻ ഈ ഇൻസ്റ്റായിൽ റീൽസിലെല്ലാം കണ്ടേന്. സോ നമുക്കിത് നോക്കാം. aesthetic ലിങ്ക് വേണ്ട ഒരു കമൻറ്റ് ഡൗൺ. ബാക്കിയുള്ള ഇതെല്ലാം നോക്കണം. നല്ലൊക്കെ ചേഞ്ച് ചെയ്യണം. ഗൈസ് അപ്പോൾ ഒരു പാക്കിൽ 3 പീസായിട്ടാണ് കിട്ടുന്നത്. നമുക്ക് അടുത്തത് അൺബോക്സ് ചെയ്യാം. നമുക്ക് ഇതെന്താ നോക്കാം. അപ്പോൾ ഒരു സീസറും 3 നൈഫാണ് ഓർഡർ ആക്കിയത്. ബട്ട് ഇതുമേ ഞാനെൻ്റെ റീസൺ എന്ന് പറയുന്നത് മുമ്പത്തേതാണ്ടോ ഇതിൻ്റെ കോല അതും ഒരായിട്ട് നല്ല ബ്രേക്ക് ആയിട്ടുണ്ട്. സോ പുതിയത് മേങ്ങിയതെന്ന് തോന്നുന്നു. നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് മുറിച്ച് നോക്കാം. യെസ് അപ്പോൾ നമ്മളെ പേരിൽ 6 ആളാണുണ്ട്. അപ്പോൾ നമുക്കിത് 3 കട്ടാക്കാം. ഡ്രാഗൺ ഫ്രൂട്ട് എപ്പെങ്കിലും മുറിക്കുന്നതുകൊണ്ട് അങ്ങനെ കിട്ടലില്ല. സോ ഞാനോട് ടേസ്റ്റ് നോക്കാം. വേണ്ട. സോ ഗൈസ് ഞാനൊരു കാരമൽ പുഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടായി. ഓഫ് കോഴ്സ് പൊരയിൽ ഇന്നെല്ലാവരും ഉണ്ട്, സൺഡേ ആയതുകൊണ്ട്. ആൻഡ് ഇത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരേക്ക് ഫ്ലോപ്പ് ആവാറുണ്ട്. ആൻഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിനെന്ന് തോന്നുന്നു. പിന്നെ ഗൈസ് ഈ കൂടെ നിന്ന് നിങ്ങൾ ഗസ്റ്റ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഞാൻ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാവരും സപ്പോർട്ടാക്കുക. അല്ലെങ്കിൽ ഞാൻ ഡെയിലി വ്ളോഗ് അപ്ഡേറ്റ് ആക്കുന്നതായിരിക്കും. ആൻഡ് അൺടിൽ നെക്സ്റ്റ് വീഡിയോയിലേക്കും ഇറ്റ്സ് മീ നാല സൈനിങ് ഓഫ്. ബൈ.